കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യൻ യുദ്ധമേഖലകളിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിളയാട്ടമാണ് നടക്കുന്നത്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും നിരപരാധികളെ കൊന്നൊടുക്കി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. മറുഭാഗത്ത് ഹൂതികൾ ചെങ്കടലിൽ കപ്പൽ ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞ് യമൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അമേരിക്കയുടെ സംഹാര താണ്ഡവവും തുടരുകയാണ്. എന്നാൽ വിട്ടുകൊടുക്കാൻ യമനും ഇറാനും ഒന്നും തയ്യാറായിട്ടില്ല. യമൻ സായുധസേന മണിക്കൂറുകളോളം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും ഇറാനടുത്തുള്ള ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതായി പുതിയ വാർത്തകളും പുറത്തു വരുന്നു. ഇറാനടുത്തുള്ള അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം നിരവധി UAVകൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ഭരണകൂടം യുദ്ധം ആരംഭിച്ചതിനും ഗസ മുനമ്പിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനും മറുപടിയായി 2023 ഒക്ടോബറിലാണ് യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഗസയിലെ ഹമാസുമായി ഭരണകൂടം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും യുദ്ധം വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചതിൽ പ്രകോപിതരായ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങി. കൂടാതെ മാർച്ച് 25-ന് ഗസക്കാരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സുൽഫിക്കർ, ഹൈപ്പർസോണിക് പാലസ്തീൻ 2 പ്രൊജക്ടൈലുകൾ എന്നിവയുൾപ്പെടെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടതായും ഹൂതികൾ അറിയിച്ചു. അതിനിടെ അമേരിക്കയെയും ഇസ്രായേലിനെയും മുൾമുനയിൽ നിർത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിൻ്റെ എയ്റോസ്പേസ് ഡിവിഷൻ ഒരു ഹിഡൻ മിസൈൽ മെഗാസിറ്റി ഒരുക്കിയതായാണ് റിപ്പോർട്ട്. ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബാഗേരി, എയ്റോസ്പേസ് ഡിവിഷൻ്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അൽ ഹാജിസാദെ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മിസൈൽ മെഗാസിറ്റിയുടെ അനാച്ഛാദനം. ഹൈബാൻ ഷെഖാൻ, മൾട്ടിയർ, ഹജ് ഹാസിം, ഖാദറജ്, സെജിൽ, ഇമാദ് തുടങ്ങിയ ആയിരക്കണക്കിന് സർജിക്കൽ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന വിശാലമായ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോകളും വിവിധ ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താഡ് മിസൈൽ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതായി ഇറാൻ്റെ ഖൈബർ ഷെഖാൻ 1 മിസൈൽ അവകാശപ്പെടുന്നു. ഇറാൻ്റെ ഉരുക്കുമുഷ്ടി മുമ്പത്തേക്കാൾ വളരെ ശക്തമാണെന്നാണ് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബാഗേരി പറഞ്ഞത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 സമയത്ത് വിന്യസിച്ചതിനേക്കാൾ 10 ഇരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇതിനോടകം സജ്ജമാക്കിയെന്നും കമാൻഡർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1ഉം 2ഉം ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവ് പ്രകടമാക്കി.